നമ്മൾ ഈ അടുത്തേക്ക് അതിൻ്റെ ഈ ചൂണ്ടുവിരൽമേൽ ഇതുപോലൊരു മഷി പുരട്ടാൻ വേണ്ടിയിട്ട് ഈ വരുന്ന വ്യാഴാഴ്ച 11-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, കടുക്, ഉള്ളി, എല്ലാ സാധനങ്ങൾക്കും ഡബിൾ വിലയാണ് കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നിരുന്ന കാരുണ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു. ആ ഒരു പദ്ധതി തന്നെ ഇപ്പം ഇല്ലാതായി. അതുപോലെ അംഗവൈകല്യം സംഭവിച്ച ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു, അത് എടുക്കപ്പെട്ടു പോയി. ഡയാലിസിസ് രോഗികൾക്ക് ഉണ്ടായിരുന്ന സഹായം അതിപ്പോൾ എവിടെയെന്ന് കാണുന്നില്ല. അനാഥ മക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായം ഉണ്ടായിരുന്നു, അതിപ്പോൾ കിട്ടുന്നില്ല. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി അവരടച്ച പൈസ ഉണ്ടായിരുന്നു, അതുവരെ അടച്ചു മാറ്റിയെന്നല്ല, അവർക്കുള്ള ക്ഷേമനിധി കിട്ടുന്നില്ല. അതുപോലെ തന്നെ കർഷക തൊഴിലാളി പെൻഷന്, അതുപോലെ നിർമ്മാണ തൊഴിലാളിക്കുള്ള പെൻഷന്, ഇത് രണ്ടും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ കുത്തഴിഞ്ഞ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതായത് ഹോസ്പിറ്റലിന്റെ കെട്ടിടം തകർന്ന് വീണ് രോഗി മരണപ്പെട്ട്, കൂട്ടിരിപ്പുകാർ മരണപ്പെട്ട്, ഓപ്പറേഷൻ ചെയ്ത രോഗിന്റെ വയറ്റിൽ നിന്ന് ഉപകരണങ്ങൾ, കണ്ണിന് ചികിത്സക്ക് പോയ ആളെ കൈ മുറിച്ചു മാറ്റി, OP ടിക്കറ്റിന്റെ വില വർധന, മണിക്കൂറുകൾ കൊണ്ട്, അതായത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അതിന്റെ ചികിത്സ കിട്ടാത്തത് കൊണ്ടുള്ള മരണം, ഇതൊക്കെ ഈ ഒരു കാലഘട്ടം, ഈ അടുത്ത കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ളതാണ്. ചികിത്സാ ഉപകരണങ്ങൾ ഇല്ലാതെ ചികിത്സ മുടങ്ങേണ്ട ഒരു അവസ്ഥാവിശേഷം, ഒരുപാട് രോഗികൾക്ക് ചികിത്സ നിഷേധിക്കേണ്ടി വന്ന അവസ്ഥ ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടറെ വരെ പുറത്താക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് നമ്മളെ കേരളത്തിലാണ്. കോടിക്കണക്കിന് ഉറുപ്പിന്റെ ചികിത്സാ ഉപകരണങ്ങളുടെ പൈസ കൊടുക്കാത്തത് കൊണ്ട് അതൊക്കെ തിരിച്ചെടുക്കുന്ന അവസ്ഥ ഉണ്ടായത് നമ്മളെ കേരളത്തിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ പൊതുമരാമത്തിന്റെ വകുപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് റോഡുകൾ, ഒരുപാട് പാലങ്ങൾ, അത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അമ്മോശന്റെ മരുവന്റെ ഫോട്ടോ ഉണ്ടാവും, പൊട്ടിപ്പൊളിഞ്ഞാൽ പിന്നെ അവരെ കാണുന്നില്ല. 100 കണക്കിന് നമ്മളെ അടുത്ത കാലത്ത് സംഭവിച്ചാണ്. പിന്നെ നമ്മൾ വിദ്യാഭ്യാസ മേഖല എടുക്കുകയാണെങ്കിൽ പരീക്ഷാ പേപ്പർ ചോർന്നത്, ഒരുപാട് പരീക്ഷയുടെ പേപ്പർ ചോർന്നത് മാത്രമല്ല, എത്ര ആൾക്കാണ് ഡോക്ടറേറ്റും ഡിഗ്രിയും കൊടുത്തിട്ട് ഇവര് ജോലിയിൽ കയറ്റിയിട്ടുള്ളത്. അവസാനം കോടതി വന്ന് പിടിച്ച് പുറത്താക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്, കള്ള ഡിഗ്രി ആയിട്ട് വന്നിട്ട്. പിന്നെ നമ്മളെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് ആരാ കൈകാര്യം ചെയ്യണമെന്ന് തന്നെ നമുക്ക് അറിയുന്നില്ല. കാരണം അത്രക്ക് വർഗീയ വിഷം ചീറ്റി നടക്കുന്ന ഒരു കാലഘട്ടം, ആർക്കും എന്തും ആരെ കുറിച്ചും പറയാൻ പറ്റുന്ന ഒരവസ്ഥ. അതുപോലെ ലഹരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ ലഹരി ഉപയോഗം നടന്നിട്ടുള്ള ഒരു കാലഘട്ടം നമ്മൾ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അത്രക്ക് ആർക്കും എവിടുന്നും എങ്ങനെ എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. മക്കള് അച്ഛനെ കൊല്ലുന്നു, മക്കള് ഉമ്മയെ വെട്ടിക്കൊല്ലുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തലും വെട്ടലും ആയിട്ട് നമ്മൾ കണ്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. ഇതൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ അതിനൊന്നും ഒരാളും അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ നോക്കാനോ, എവിടെയാണ് അതിന്റെ തുടക്കം എന്ന് കണ്ടെത്തിയവർ തന്നെ വേണ്ട രീതിയിലുള്ള ശിക്ഷ കൊടുക്കാനോ പറ്റാത്തത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു പരാജയം തന്നെയാണ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കൊലപാതകം, പീഡനം, തട്ടിക്കൊണ്ടുപോകൽ, ഇത് ഇന്നലെ മെഞ്ഞാന്ന് വരെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ മുമ്പൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ കേട്ടുകൊണ്ടിരുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മളെ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളുമില്ല ചോദിക്കാനും പറയാനും. പിന്നെ നമ്മുടെ നാട്ടിൽ മുമ്പ് ഉണ്ടായിരുന്ന ചെറിയ കോൺട്രാക്ടർമാർക്കുള്ള പണികൾ അതൊന്നും തീരെയില്ല. ഇതൊക്കെ ഇവർ വലിയ വലിയ കമ്പനികൾ, അതായത് ഊരാലുങ്കൽ പോലുള്ള കമ്പനികൾക്ക് കൊടുത്തിട്ട് കമ്മീഷൻ പറ്റുക, പകുതിയിലധികം കമ്മീഷൻ പറ്റിയിട്ട് എല്ലാം ആ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ട് സാധാരണക്കാർക്കുള്ള ജോലി നിഷേധിക്കുക. അതുപോലെ കറണ്ട് ബില്ല്, വെള്ളക്കാരം, ബസ് ചാർജ്, പെട്രോൾ സെസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും വില ഇരട്ടിയിലധികം കൂട്ടിയെന്നുള്ളതാണ്. പിന്നെ വളരെയധികം പ്രാധാന്യത്തോടു കൂടി നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കഴിഞ്ഞ കാലത്ത് വയനാട് ദുരന്തം. അതിന് ഏകദേശം 1.5 വർഷത്തോളായിട്ടും അതിന് വേണ്ട രീതിയിലുള്ളൊരു പ്രവർത്തനം നടത്തിയിട്ട് ആ പാവപ്പെട്ട ആളുകൾക്ക്, ആ ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് അവരിലേക്ക് എത്തിക്കാൻ നമ്മൾ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതൊരു പരാജയം തന്നെയാണ്. അതിപ്പോൾ ചെയ്യുന്നുണ്ട് ആവുന്നുണ്ട് പറഞ്ഞില്ല. 1.5 വർഷം കഴിഞ്ഞ് അങ്ങനെയുള്ളൊരു ദുരന്തം വരുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരോട് മുറുക്കി ഉടുത്തൂടി എന്നിട്ട് ഇങ്ങോട്ട് തന്നുകൂടി സഹായിച്ചുകൂടി എല്ലാവരും കൂടി സഹായിച്ചുകൂടി എന്നല്ലാതെ ഇതുപോലുള്ള സഹായങ്ങൾക്ക് ഇതുപോലുള്ളൊരു ആവശ്യം വരുമ്പോൾ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കൊടുക്കണമെന്ന് കണ്ടുണ്ടോ? ഇതുപോലെ നാട്ടുകാരെ നിന്ന് പിരിപ്പിച്ചിട്ടല്ലാതെ ഇങ്ങനെയുള്ളൊരു സർക്കാർ നമുക്ക് എന്തിനാ? കോടിക്കണക്കിന് ഉറുപ്പിന്റെ ചെലവഴിച്ചിട്ട് ഇതപ്പോൾ അടുത്തുകൊണ്ട് ഒരു ശബരിമലന്റെ പേരിൽ ഒരു സംഗമം നടത്തി. ആകെ 100-600 ആളുള്ളത്. കോടിക്കണക്കിന് ഉറുപ്പ് അതിന് വേണ്ടി ചെലവഴിച്ച്. എന്തിനു വേണ്ടി? സിനിമാ നടൻ മോഹൻലാലിനെ ആദരിക്കാനെന്ന് പറഞ്ഞിട്ട് 20 കോടിന്റെ അടുത്ത് ചെലവഴിച്ച്. എന്തിനു വേണ്ടി? പിന്നെ നമ്മളെ മുഖ്യമന്ത്രിന്റെ ടൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ഔദ്യോഗികമായിട്ട് പല യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് കണ്ടുകൊണ്ടുന്നത് മുഖ്യമന്ത്രി പോകുന്നത് മുഖ്യമന്ത്രിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. മുഖ്യമന്ത്രിയും ഭാര്യയും മക്കളും എല്ലാം കൂടി ഇതൊക്കെ ജനങ്ങളെ നികുതിപ്പണം കൊണ്ട് അതെടുത്ത് ദൂർത്തടിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ മറന്നിട്ടാവരുത്. നമ്മൾ അന്നത്തെ ആ സമയങ്ങളിൽ മാത്രം ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്ത് പോയതുകൊണ്ട് കാര്യമില്ല. ഇതുപോലുള്ള അവസരം വരുമ്പോൾ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാൻ ശേഷിയുള്ള ആളുകളായിരിക്കണം നമ്മൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറക്കരുത് നമ്മൾ ഈ വോട്ട് ചെയ്യാൻ പോണ സമയത്ത്.